ആശിച്ച് മോഹിച്ച് കഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത്. അതൊരു 6 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ ബാറ്ററി ബാക്കപ്പ് ഇല്ല, മെമ്മറി ഇല്ല, മിക്ക ആപ്ലിക്കേഷനും ഹാങ് ആയി പോകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററി തന്നെയാണ്. പണ്ടത്തെ കാലത്തെ സ്മാർട്ട് ഫോണുകളിലൊക്കെ ബാറ്ററി നമുക്ക് തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകണം, അവിടുന്ന് പുതിയ ബാറ്ററിക്ക് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കണം. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കിട്ടുള്ളൂ. ഇതൊരു വലിയ ചടങ്ങായതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ആരും മെനക്കെടാറില്ല. പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാറാണ് പതിവ്. എല്ലാ സ്മാർട്ട് ഫോണിലും യൂസ് ചെയ്തിരിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഈ ബാറ്ററികൾക്ക് ഒരു ലൈഫ് ടൈം ഉണ്ട്, അതായത് ചാർജിങ് ഡിസ്ചാർജിങ് ലൈഫ് സൈക്കിൾ ഉണ്ട്. അത് 500 മുതൽ 800 വരെയാണ് മിക്ക ബാറ്ററികൾക്കും. ഇതിനെ എങ്ങനെ കൂട്ടാം എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇത് കൂട്ടാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി പറയാം. ആദ്യമായി നിങ്ങളുടെ ഫോൺ എപ്പോഴും ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഹീറ്റുള്ള ടെമ്പറേച്ചറിലോ ഒരുപാട് തണുത്ത ടെമ്പറേച്ചറിലോ നമ്മൾ ഫോൺ ഒരിക്കലും സൂക്ഷിക്കാതിരിക്കുക. ഫോൺ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ഏറ്റാൽ പോലും നമ്മുടെ ബാറ്ററി ടെമ്പറേച്ചർ കൂടാനും അങ്ങനെ ബാറ്ററി ലൈഫ് കുറയാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്നാണ്, നമ്മൾ ഹാർഡായിട്ടുള്ള ബാക്ക് കവറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി ഹീറ്റ് ആവുന്നത് പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ നിന്ന് ബാറ്ററിയുടെ ടെമ്പറേച്ചർ കൂടാനും ഒരു കാരണമാകാറുണ്ട്. ഇനി നിങ്ങൾ ബാറ്ററി റീചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത്, ബാറ്ററി 0% വരെ പോയിട്ട് ചാർജ് ചെയ്യാൻ നിൽക്കാതെ ഒരു 15-20% ആകുമ്പോൾ തന്നെ റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു 85-90% ആകുമ്പോഴേക്കും നിർത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് സൈക്കിളിനെ കൂട്ടാൻ സഹായിക്കും. ഇത് വളരെ കഷ്ടപ്പെട്ടുള്ള ഒന്നാണെന്ന് എനിക്കറിയാം, കാരണം നമ്മൾ മിക്കപ്പോഴും ബാറ്ററി ചാർജ് ചെയ്യാൻ ഇടുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും. ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി യൂസേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഏത് ആപ്ലിക്കേഷനാണ് ഒരുപാട് ബാറ്ററി യൂസ് ചെയ്തതെന്ന് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇത് നിങ്ങൾ നോക്കിയിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ബാറ്ററി ഒരുപാട് യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്തതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബാറ്ററി കൺസ്യൂം ചെയ്തതെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. മറ്റൊന്ന്, നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഡേറ്റയും വൈഫൈയും ഒക്കെ ഓഫാക്കി ഇടുക. പ്രത്യേകിച്ച് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒക്കെ നിങ്ങളുടെ ഡേറ്റയും വൈഫൈയും ഓഫാക്കി ഇടാൻ ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഡേറ്റയും വൈഫൈയും ഓഫാക്കി ഇടാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ലൈഫിനെ ബാധിക്കുന്ന മറ്റൊരു കമ്പോണൻ്റാണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ CPU പോലെയാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സർ. മിക്കപ്പോഴും നമ്മൾ പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഭാഗമാണ് പ്രോസസ്സർ. നമ്മൾ ഫോണിൻ്റെ ക്യാമറ, ബാറ്ററി ബാക്കപ്പ്, മെമ്മറി, റാം ഇതൊക്കെ ആയിരിക്കും മിക്കവാറും ശ്രദ്ധിക്കുക. റിവ്യൂവിൽ നോക്കുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളായിരിക്കും. ഒരിക്കലും പ്രോസസ്സറിനെ പറ്റി അധികം അങ്ങോട്ട് റിവ്യൂ മറ്റൊന്നും നമ്മൾ നോക്കാൻ സാധ്യതയില്ല. പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഈ പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള അനാലിസിസ് നടത്താൻ ശ്രദ്ധിക്കുക. പ്രോസസ്സറിൻ്റെ റിവ്യൂവിനെ പറ്റിയിട്ട് വായിക്കുക. അതിൻ്റെ കപ്പാസിറ്റി, സ്പീഡ് എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുക. ബാറ്ററി പോലെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒന്നല്ല പ്രോസസ്സർ റീപ്ലേസ് ചെയ്യണമെങ്കിൽ മിക്കവാറും സ്മാർട്ട് ഫോണിൻ്റെ ക്യാഷ് തന്നെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആരും മുതിരാത്ത ഒരു കാര്യമാണ് പ്രോസസ്സർ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. പ്രോസസ്സറിൻ്റെ ലൈഫിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ആപ്പ് അപ്ഡേറ്റുകളുമാണ്. ഈ അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ റിലീസ് നോട്ടുകൾ ഒന്ന് വായിച്ച് നോക്കുക. മിക്കവാറും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും പുതിയ ആപ്ലിക്കേഷൻ അപ്ഡേറ്റുകളും പുതിയ ഹാർഡ്വെയറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. നിങ്ങളുടെ ഹാർഡ്വെയർ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ പ്രോസസ്സറിൻ്റെ ലൈഫിനെ കൂട്ടാൻ സഹായിക്കും. ചില ആപ്ലിക്കേഷനുകൾ ഹാങ് ആയി പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ അത്രയും സ്പീഡ് നിങ്ങളുടെ പ്രോസസ്സിന് കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഹാങ് ആയി പോകുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷനുകളും സോഫ്റ്റ്വെയറുകളും അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് റിലീസ് നോട്ടുകൾ വായിച്ച് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് നിങ്ങളുടെ ഫോൺ മെമ്മറിയാണ്. നിങ്ങളുടെ ഫോണിലെ മിക്ക ആപ്ലിക്കേഷനുകളും കുറച്ച് മെമ്മറി യൂസ് ചെയ്യുന്നവയായിരിക്കും. പ്രത്യേകിച്ചും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഒക്കെ പോലെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷായിട്ട് വളരെയധികം മെമ്മറി നിങ്ങളുടെ ഈ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആഴ്ചയിലൊരിക്കലും 2 ആഴ്ച കൂടുമ്പോൾ ഈ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഫോണിലുള്ള വലിയ ഫയലുകൾ, അതായത് ഫോട്ടോ, വീഡിയോസ് ഒക്കെ പോലെയുള്ള വലിയ ഫയലുകൾ എപ്പോഴും ക്ലൗഡിലേക്ക് മാറ്റാനും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ പോലും നിങ്ങൾക്ക് റിട്രീവ് ചെയ്തെടുക്കാനും വളരെയധികം സഹായകരമായിരിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ലൈഫ് കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേപോലെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി.